നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 85-ാമത്തെ ശ്ലോകം. ജലതി മഥനദക്ഷോ നൈവ പാതാളഭേദി നാച വനമൃഗയായാം നൈവ ലുബ്ധ പ്രവീണഃ അശനകുസുമഭൂഷാ വസ്ത്രമുഖ്യാം സപര്യാം കഥയ കഥമഹം തേ കൽപ്പയാനീന്ദുമൗലേ. ഇന്ദുമൗലേ, അല്ലയോ ചന്ദ്രശേഖര, അഹം നൈവ ജലധി മഥന ദക്ഷ. സമുദ്രം മഥനം ചെയ്യുന്നതിൽ ഞാൻ ഒട്ടും ശക്തനല്ല. നാച്ച പാതാളഭേദി, പാതാളം പിളർക്കാനും അറിഞ്ഞുകൂടാ. വനമൃഗയായാം പ്രവീണലുബ്ധ നൈവ, വനമൃഗയായാം പ്രവീണലുബ്ധ നൈവ, നായാട്ടറിയുന്ന ഒരു കാട്ടാളനുമല്ല ഞാൻ. അശന കുസുമഭൂഷാ വസ്ത്രമുഖ്യം സപര്യാം, നിവേദ്യം പുഷ്പം ഭൂഷണം വസ്ത്രം എന്നിവ ആവശ്യമുള്ള പൂജ. അഹം തേ കഥം കൽപ്പയാനി, അങ്ങേക്ക് ഞാൻ എങ്ങനെയാണ് നടത്തേണ്ടത്? കഥയ, ഒന്ന് പറഞ്ഞു തരൂ. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പൂജയെ പറ്റി പറഞ്ഞു. പരമേശ്വരനെ പൂജിക്കുകയാണെങ്കിൽ വിഷയവൈരാഗ്യം കൈവരും. പരിചരിക്കുന്നത് പരമേശ്വരനെ ആയാൽ ജ്ഞാനം സ്വയം സിദ്ധിക്കും. അതിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കലും ബുദ്ധിയെ ഈ പരിചര്യയ്ക്കായിട്ട് നിയോഗിക്കലും. പക്ഷേ ഒന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പൂജയ്ക്ക് നിവേദ്യവും പുഷ്പവും വേണം. പരമശിവന്റെ ഭക്ഷണം എന്നുള്ളത് കാളകൂടവിഷമാണ്. കാളകൂടവിഷം പാനം ചെയ്തതിനാൽ അതിനെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ഭക്ഷണം കാളകൂടവിഷം. ചൂടുന്നത് ചന്ദ്രൻ, ചന്ദ്രദേവനെയാണ് ശിരസിൽ ചൂടിയിരിക്കുന്നത്. ചന്ദ്രചൂഡനാണല്ലോ ഭഗവാൻ. ഇവ കിട്ടാൻ പാലാഴി മഥനം നടത്തേണ്ടേ? പാലാഴി മഥനത്തിലാണ് ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ അതിന് പാലാഴി മഥനം നടത്തണമെങ്കിൽ ആരെ കൊണ്ടാവും? അത് ആരാൽ സാധിക്കും? ദേവാസുരന്മാർ കൂടി ചേർന്നിട്ടാണ് അത് നടത്താൻ ശ്രമിച്ചത്. പക്ഷേ അതിൽ വിജയിക്കാൻ സാധിച്ചില്ല. വിഷ്ണു ഭഗവാന്റെ സഹായത്താലാണ് അവർക്ക് ആ പാലാഴി മഥനം നടത്താൻ സാധിച്ചത്. പണ്ട് പാലാഴി മഥനം നടന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ സഹായത്താലാണ്. ഭക്തൻ തനിച്ച് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? അലങ്കാരമായ നാഗം, അതായത് ആഭരണം എന്ന് പറയുന്നത് പാമ്പാണ്, സർപ്പമാണ്. അവയുടെ താമസമാണെങ്കിലോ പാതാളത്തിലും. പാതാളം പിളർക്കാൻ ഞാൻ പന്നിയാവണം. അതും നടക്കുന്ന കാര്യമല്ല. പോട്ടെ, വസ്ത്രം സമർപ്പിക്കണ്ടേ? ഇനി പൂജയുടെ ഭാഗമായിട്ട് വസ്ത്രം സമർപ്പിക്കണമെങ്കിൽ ഉടുക്കാൻ മാൻതോൽ തന്നെ വേണ്ടേ? എനിക്കാണെങ്കിൽ നായാട്ട് വശവുമില്ല, ഭയവുമാണ്. ആകപ്പാടെ നോക്കുമ്പോൾ ബുദ്ധിയെ പരിചര്യയ്ക്ക് നിയമിച്ചു എങ്കിലും, ബുദ്ധിയെ ഭഗവാനെ പരിചരിക്കാൻ നിയമിച്ചു എങ്കിലും പൂജയ്ക്ക് ആവശ്യമായ ഒന്നും ഒരുക്കാൻ കഴിവില്ലാത്ത പതനത്തിലാണ് ഭക്തൻ എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു സമാധാനമേയുള്ളൂ, ഭഗവാന് ബാഹ്യപൂജയേക്കാൾ ആന്തരപൂജയാണ് അധികമിഷ്ടം എന്ന് കേട്ടിട്ടുണ്ട്. അതിനാൽ ഞാൻ മാനസപൂജ ചെയ്യാം എന്നാണ് ഭക്തൻ്റെ തീരുമാനം. മനസ്സിൻ്റെ സഹയോഗമില്ലാത്ത വെറും ബാഹ്യപൂജ ഒരു തരം കാട്ടിക്കൂട്ടലാണ്. ഇന്ന് ആ കാട്ടിക്കൂട്ടലുകളുടെ ഒരു കോലാഹലമാണ് ഇവിടെ നടക്കുന്നത്. അതിനാൽ തന്നെയാണ് ഉദ്ദിഷ്ടഫലമായ സമാധാനം കൈവരാത്തതും. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമി നമ്മെ ബോധിപ്പിക്കുന്നത്.